വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് CPM എന്ന് പറയുന്ന പാർട്ടി ശരിക്കും ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശൈലജ ടീച്ചറിനെയാണ്. ശൈലജ ടീച്ചറിനെ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ശൈലജ ടീച്ചർ കുറച്ചും കൂടി അതായത് ചർച്ചയിലേക്ക് വരികയാണ് ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ശൈലജ ടീച്ചറുടെ പേര് ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ UDF നേതൃത്വത്തിന് ശരിക്കും നല്ല ഭയമുണ്ട്. ആ ഭയമാണ് ഇപ്പൊ ഇവരുടെ ഈ കോൺഗ്രസ്സുകാരുടെ സൈബർ ഇടത്ത് ശൈലജ ടീച്ചർക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിയാണ്. ശൈലജ ടീച്ചറിനെ കൊണ്ടുവരുന്നതിലുള്ള പേടി. അതായത് ഉറപ്പായിട്ടും ശൈലജ ടീച്ചർ നിന്നാൽ ഉറപ്പായിട്ടും ജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ, അതായത് സ്ത്രീകൾ കൂടുതലായിട്ടും വോട്ട്, സ്ത്രീകളുടെ ഒരു വലിയ വോട്ട് എവിടെ വന്നു ചേരും, LDF-ലോട്ട് വന്നു ചേരുമെന്ന് ഉറപ്പാണ്. ഈ ഒരു പേടി തീർച്ചയായിട്ടും കോൺഗ്രസിനുണ്ട്. ആ പേടിയിൽ നിന്നാണ് ശൈലജ ടീച്ചർക്കെതിരെയുള്ള ഈ ആക്രമണങ്ങൾ ഇങ്ങനെ പടച്ചു വിടുന്നതെന്ന് ഞാൻ പറയും. ശരിയല്ലേ? അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എന്തുകൊണ്ട് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം വ്യാജ PR പടച്ചുവിട്ട ഒന്നാണ് ശൈലജ ടീച്ചർ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അഭിപ്രായം. അവൻ്റെ അഭിപ്രായം പിന്നെ കേൾക്കേണ്ട ആവശ്യമില്ല, വേറൊരു കാര്യം. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞു CPM തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് CPM കൊണ്ടുവന്നതാണ് ഏറ്റവും കൂടുതൽ അലവൻസ് കൊടുക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് പോലും അലവൻസ് കൊടുത്ത ഒരേ ഒരു സ്ഥലം കേരളമാണ്. നമ്മൾ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ശരിയാണ്. ഇവിടെ പൊതു മിനിമം പരിപാടി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ അന്ന് ഇടതുപക്ഷ UPA സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഈ കോമൺ മിനിമം പരിപാടിയിൽ ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ആഹ്വാനം ചെയ്ത ഇടതുപക്ഷമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊഴിൽ ദിനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അമെൻമെൻറ്റിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഇടതുപക്ഷമാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോമൺ മിനിമം പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു നീക്കം നടത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഇടതുപക്ഷം തന്നെയാണ്. അങ്ങനെ പിന്നെ നാട്ടിലുള്ള നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ ഉന്നമനത്തിനും അവർക്ക് തൊഴിൽ ചെയ്തുകൊണ്ട് ഒരു തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും നടത്തിയൊരു പദ്ധതി. അത് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഒരു കോമൺ മിനിമം പരിപാടി എന്ന് പറയും. കോമൺ മിനിമം പ്രോഗ്രാം, അതായത് പൊതു മിനിമം പരിപാടി. ഈ പൊതു മിനിമം പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കുന്ന ഇടതുപക്ഷമാണ്. സിതാറാ യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ശരിയാണ്, ശൈലജ ടീച്ചർ പറഞ്ഞ് ശരിയാണ്, ഇങ്ങനെ ഒരു സംഭവം നമ്മളായിട്ടാണ് തുടങ്ങി വെച്ചത്. അലവൻസ് കേരളത്തിലാണ് കൊടുക്കുന്നത്, അല്ല വേറെ ഏത് സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ട്? വേറെ ഒരു സംസ്ഥാനത്തിലും അലവൻസുകൾ കൊടുക്കുന്നില്ല. അപ്പം അവർക്ക് അലവൻസ് കൊടുത്തത് സംസ്ഥാന സർക്കാരാ, പിന്നെ എങ്ങനെയാ? പിന്നെ അല്ലെ LDF സർക്കാരാണ്. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര ധൈര്യത്തിന് പച്ചക്കള്ളം എഴുതാൻ മനസ്സ് വരുന്നത്? പിന്നെ അവൻ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതമേ കള്ളങ്ങളുടെ പുറത്താണ്, അത് നമുക്കറിയാം. വ്യാജങ്ങളുടെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ശൈലജ ടീച്ചറിനെ എടുത്തിട്ട് അലക്കിക്കൂ എന്നാണ് പൊതുവിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു സർവേയിൽ ഇടതുപക്ഷത്തിലുള്ള MLA-മാർക്ക് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നും തുടർഭരണം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു സർവേ വന്നിട്ടുണ്ട്. ഈ സർവേ കണ്ടു കഴിഞ്ഞപ്പോൾ കനകോലുവിന് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പൊ ശൈലജ ടീച്ചറിനെ കടന്നാക്രമിക്കുക, അത്തരത്തിലുള്ള MLA-മാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കനകോലുവിന്റെ സർവേയിൽ തന്നെ ശൈലജ ടീച്ചർക്കാണ് പ്രാമുഖ്യമുള്ളത്. ശൈലജ ടീച്ചറാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഇത് കണ്ടോടുകൂടിയിട്ട് ഇവർക്ക് ഇരിക്കപ്പുറതി ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. അതെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ശൈലജ ടീച്ചർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വരുത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളുമുണ്ട്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അല്ലാതെ പിന്നെ ശൈലജ ടീച്ചർ 20,000 രൂപയുടെ കണ്ണാടി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രചരണം നടത്തി. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മിനിമം നമ്മളൊരു കണ്ണട വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അറിയാം അതിന്റെ വില. ഈ പറയുന്ന പോലെ അല്ല. കണ്ണട നമ്മൾ സാധാരണ ഒരു പ്ലെയിൻ ഗ്ലാസ് മേടിക്കുമ്പോൾ 10,000-2,000 രൂപയ്ക്കും 3,000 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു പ്ലെയിൻ ഗ്ലാസ് കിട്ടിയെന്നിരിക്കും. അതേസമയം നമ്മളൊരു പവർ ഗ്ലാസ് മേടിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രസീവ് ലെൻസ് മേടിക്കാനായിട്ട് നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ മിനിമം ഒരു 30,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഫ്രെയിം അതിന്റെ ലെൻസും കൂടി ഉൾപ്പെടെ. കണ്ണട ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു പ്രോഗ്രസീവ് ലെൻസ് മേടിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന തുകയാണത്. അപ്പം ഈ തുക സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രയൊക്കെ ആവും. റീഇംബേഴ്സ്മെന്റ് ചെയ്യുന്ന പൈസ അവരെ സംബന്ധിച്ച് ഒരു MLA എന്നുള്ള നിലയിൽ ശൈലജ ടീച്ചർക്ക് അതിന്റെ പ്രിവിലേജ് ഉണ്ട്. അത് റീഇംബേഴ്സ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിവിലേജ് ഉണ്ട്. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടല്ലോ. അവർക്ക് പിന്നെ മരുന്ന് മേടിച്ചതിന്റെ ബില്ല് ഹാജരാക്കി അവർക്ക് റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ പലർക്കും ചെയ്യാം. അത്തരത്തിലുള്ള പിന്നെ സാധ്യതകളും ആനുകൂല്യങ്ങളും കൈപ്പറ്റാം അവർക്ക്. VD സജഷൻ ഉണ്ടല്ലോ. അങ്ങനെ
ഇവരുടെ ഇത് പറഞ്ഞു നടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപയോഗിക്കുന്ന കണ്ണടയ്ക്ക് എന്തായിരിക്കും വില എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വി ഡി സതീശൻ കയ്യിൽ കിട്ടിയിരിക്കുന്ന വാച്ചിന് എന്താ വിലയെന്നറിയോ? സതീശൻ ഇട്ടുകൊണ്ട് നടക്കുന്ന ഷൂവിന് ഈ 40,000 30,000 രൂപ വിലയാണ് ഷൂവിന്റെ വില. അപ്പം പിന്നെ ലക്ഷങ്ങൾ വിലയുള്ള ഷൂസ് വരെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബ്രിട്ടനിൽ നിന്ന് കൊണ്ട് കൊടുത്താണെന്നൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് പറയാം, വേണം, അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഷൂ അല്ലേ, അപ്പം ബ്രിട്ടനിൽ നിന്ന് സുഹൃത്തിന് വേണമെങ്കിൽ ഷൂസ് കൊണ്ട് കൊടുക്കാം, തെറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ശൈലജ ടീച്ചർ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടതുപക്ഷത്തെ MLA-മാർക്കൊന്നും വലിയ തട്ടുകേട് സംഭവിച്ചിട്ടില്ല എന്നൊരു കാര്യം ശരിക്കും കനകോലുവിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കനകോലുവിന് അത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെയുള്ള പലരെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സൈബർ കൂട്ടങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ പ്രധാനമായും ചെയ്യേണ്ട ഒരു പൊതു മിനിമം പരിപാടി. എന്നിട്ട് ശൈലജ ടീച്ചറിന് അധിക്ഷേപം പറയുക. കാര്യം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശൈലജ ടീച്ചർ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കി വെച്ച, ആരോഗ്യരംഗത്ത് ഉണ്ടാക്കി വെച്ച വലിയൊരു മാറ്റമുണ്ട്, വിപ്ലവകരമായ മാറ്റം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആ മാറ്റം കണ്ടു കഴിയുമ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശൈലജ ടീച്ചറിനെ എഗ്രി ചെയ്യുന്നവരാണ്. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കും. നമ്മളതിനെ അത്ഭുതപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാരും ഒരു മുന്നണിയുമാണ് LDF എന്ന് പറഞ്ഞാൽ, അല്ല വെറുതെ അല്ല, വേറെ ആരെ നോക്കേണ്ട ആവശ്യമില്ല. അതേസമയം അങ്ങനെ UDF-ൽ നിന്ന് എടുത്തുയർത്തി കാണിക്കാൻ അങ്ങനെ ഒരു നേതാവ് ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കണം. അങ്ങനെ ഒരു വനിതാ നേതാവിനെ ഇത് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരു വനിതാ നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ? വെല്ലുവിളിക്കുകയാണ്. ഇവിടുത്തെ LDF-കാർ നിരന്നിന്നങ്ങോട്ട് വെല്ലുവിളിക്കുക. ഞങ്ങൾ എൻ്റെ ശൈലജ ടീച്ചറിനെ ഇറക്കി അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട്. നിങ്ങൾ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വെട്ടാൻ വേണ്ടി ഒരു വനിതാ സ്ഥാനാർത്ഥി ഇറക്കി നിർത്ത് എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ചങ്കൂറ്റുള്ള ഒറ്റ മുന്നണിയേ ഉള്ളൂ, അത് LDF ആണ്. UDF-നില്ല. UDF-ന് അങ്ങനെ അതാണ് ഭയം. ബിന്ദുകൃഷ്ണനെ ഇറക്കി നിർത്താൻ പറ്റുമോ? ശൈലജ ടീച്ചറിനെയും ബിന്ദുകൃഷ്ണനെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കി, ഒന്ന് വെറുതെ താരതമ്യം ചെയ്ത് നോക്കൂ. ഇവിടെ പിന്നെ നമ്മുടെ ഇതിനകത്തുള്ള ഏറ്റവും പിന്നെ LDF-നകത്ത് നിന്നുള്ള ഏറ്റവും മോശപ്പെട്ട MLA എന്ന് പറയാൻ പോലും ആളില്ല. അതാണ് അവർക്ക് ഈ സ്ത്രീകളുടെ വോട്ട് എന്തായാലും ശൈലജ ടീച്ചർക്ക് വരുമെന്നറിയാം. അവർക്കത് എങ്ങനെ ഇവരുടെ പാളയത്തിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും അവർക്ക് കണക്കൂട്ടി എടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് അതിനെ പറ്റിയ ആൾക്കാരില്ല. ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇറക്കി നിർത്താൻ ആരുമില്ല. ഇപ്പൊ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള സ്ത്രീകളെല്ലാവരും ശൈലജ ടീച്ചറിന് ഒപ്പം തന്നെ നിൽക്കും. അതിനകത്ത് ഒരു ജാതിയില്ല, രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം നോക്കില്ല. ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിത്വം. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയം മറന്നുകൊണ്ട് പലരും ടീച്ചറിനെ ടീച്ചർ അമ്മ എന്ന് തന്നെ വിളിച്ച് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വിളി ഇതുവരെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിമാർക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പ് ഗൗരിയമ്മയെ വേണമെങ്കിൽ ഉയർത്തി കാണിക്കാമായിരുന്നു ഒരു കാലഘട്ടം വരെ. ആ ഗൗരിയമ്മയുടെ കൂടെ പിന്നെ ഗൗരിയമ്മ എന്ന് പറയുന്നൊരു പേരുണ്ട്. അപ്പം ഗൗരിയമ്മ വേണമെങ്കിൽ പറയാമായിരുന്നു അന്ന്. കാര്യം അപ്പോഴും ഗൗരിയമ്മ കോൺഗ്രസിന്റെ ഭാഗമല്ല, പിന്നെ അവര് വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടാണ് ഗൗരിയമ്മ നിന്നത്. അപ്പൊ ആ ഗൗരിയമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗൗരിയമ്മ മന്ത്രിയായി ഇരുന്നിട്ടുമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ഗൗരിയമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതിനുശേഷം അവര് UDF-ന്റെ ഭാഗമായിരുന്നു. UDF-ന്റെ ഭാഗമായിരിക്കുന്ന കാലഘട്ടം അങ്ങനെ അവരുടെ ഒരു കാലം കഴിഞ്ഞതോടുകൂടി ഒരു UDF-ന് ഒരു ഫേസ് എന്നുള്ള നിലയിൽ മുന്നിലേക്ക് ഇറക്കി നിർത്താൻ പറ്റിയ ഒരു വനിതാ നേതാവ് പോലും ഇല്ല. അതേസമയം LDF-നെ സംബന്ധിച്ച് അങ്ങനെ കരുത്തരായ വനിതാ നേതാക്കന്മാരുണ്ട് നമുക്ക്. LDF-ന്റെ ഒരു ഗുണം അതാണ്. ഇപ്പൊ ശ്രീമതി ടീച്ചർ കരുത്തയാണ്, എന്നുവെച്ചാൽ പിന്നെ ശക്തയായ ഒരു വനിതാ നേതാവാണ്. പിന്നെ നമ്മുടെ ശ്രീമതി ടീച്ചർ ആണെങ്കിൽ തന്നെ അങ്ങനെ പറയുന്ന ഫേസുകൾ ഇല്ലാണ്ട് പോയി. ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം, ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു താരപ്രചാരക എന്നുള്ള നിലയിൽ കേരളത്തിന്റെ വിവിധ ഈ 140 മണ്ഡലങ്ങളിൽ പോയിട്ടൊരു 70 മണ്ഡലങ്ങളിൽ ടീച്ചർ യാത്ര ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളുടെ എല്ലാ വോട്ട് നേരെ LDF-ലേക്ക് തന്നെ പോരും. എന്ന് വെച്ചാൽ LDF സ്ഥാനാർത്ഥികൾക്ക് അത് പ്രയോജനം ചെയ്യും. ഇത് കനകോലുവിന് കൃത്യമായി അറിയാം. കനകോലു ഇത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് കനകോലു പറയുന്നത് എന്താണ്? നിങ്ങൾ അറ്റാക്ക് ചെയ്യൂ, ഡേറ്റകൾ ഇല്ലെങ്കിൽ പോലും കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യൂ. ഇവിടെ ഡേറ്റകളില്ല. ശൈലജ ടീച്ചറിനെ വെട്ടി നിരത്താൻ പറ്റിയ, ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ പറ്റിയ യാതൊരു തെളിവുകളും ഇവരുടെ മുന്നിൽ. ഡേറ്റകളില്ലാതെ ഇപ്പം ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് സ്ത്രീകളോട് അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇവിടുത്തെ അമ്മമാരോടും ചേച്ചിമാരോടും ഒക്കെ ശൈലജ ടീച്ചർ പോയി സംസാരിച്ചപ്പോൾ കേരളം LDF സർക്കാരാണ് ഈ തൊഴിലുറപ്പ്, അല്ലെങ്കിൽ LDF ആണ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. അവർ ചിലപ്പോൾ ഒരുപക്ഷെ അവർ പറയും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ. എന്നാൽ ആ മാനിഫെസ്റ്റോയിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ആശയം ഒരു പൊതുമിനിമം പരിപാടിയിലൂടെ സർക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച LDF ആണ്. അല്ല, ഇത്രയേറെ ചിന്തിക്കുന്നവരൊന്നും ഈ പറയുന്ന കോൺഗ്രസിന്റെ മേൽത്തട്ടിലൊന്നുമില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് അവരെ ഉൾക്കൊള്ളിക്കുകയായിരുന്നു. അന്ന് പിന്നെ UPA സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നീട് ആണവ കരാറിന്റെ വിഷയമൊക്കെ വരുന്ന സമയത്താണ് ആ പിന്തുണ
അതിൽ കൃത്യമായി പഠിക്കാതെ ആണവക്കരാർ ഒപ്പിടാൻ പോകുന്ന ഒരു രീതി വന്നപ്പോഴാണ് ഇടതുപക്ഷം അതിൽ നിന്ന് പിന്തുണ പിൻവലിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു സർക്കാരിന്റെ ഒരു വീഴ്ചക്കിടയാക്കിയ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടെന്നേ. പിന്നെ ഈ പറയുന്ന ആരോഗ്യമേഖലയിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളോട് കാണുമ്പോൾ അല്ലെ സ്ത്രീകളോട് ചോദിച്ചാൽ മനസ്സിലാവും, അവര് മുൻപും PHC പോയിട്ടുണ്ട്, പബ്ലിക് ഹെൽത്ത് സെന്ററിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും പബ്ലിക് ഹെൽത്ത് സെന്ററിൽ പോകുന്ന ഒരുപാട് ആന്റിമാരും ഒക്കെ അമ്മമാരും ഒക്കെ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. അവരോട് ചോദിച്ചാൽ മതി എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായതെന്ന് അവരോട് ചോദിച്ചാൽ മതിയല്ലേ. പിന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10,000-6,000 രൂപ ഒരാഴ്ചയിൽ മുടക്കേണ്ടി വരുന്ന ഗതികെട്ട ആളുകളുണ്ട്. എന്ന് വെച്ചാൽ തീരെ ഗത്യന്തരമില്ല. ഒരു പിന്നെ കിഡ്നി പേഷ്യന്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ 1,500 മുതൽ 2,000 രൂപ വരെ ചെലവാണ്. ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് ആണ് അവർ ചെയ്യേണ്ടി വരുന്നത്. അതിൽ നിന്ന് നമ്മൾ മാറിയില്ലേ. ഇന്ന് നമ്മൾക്ക് ഏത് സർക്കാർ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികളിലേക്ക് വേണമെങ്കിലും പോയിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവിൽ ഉണ്ടാകുന്ന കുറവൊന്ന് ആലോചിച്ച് നോക്കൂ. 2,000 രൂപ വരെ കൊടുക്കേണ്ടവർക്ക് ഇവർ ഒരു പൈസ പോലും കൊടുക്കാതെ അവർക്ക് ഡയാലിസിസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ള ആ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഈ രീതിയിലേക്ക് നമ്മുടെ ആശുപത്രികൾ മാറിക്കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും സതീശൻ പറഞ്ഞു നടക്കുന്ന ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന്. ഇവിടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ആശുപത്രികളായി. ഈ ഹൃദയം ഉൾപ്പെടെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ആശുപത്രികൾ നമ്മളുടെ നാട്ടിലുണ്ടെന്നേ, കേരളത്തിലുണ്ട്. അപ്പൊ ചോദിക്കും മുഖ്യമന്ത്രി എന്തിനാ അങ്ങ് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതെന്ന്. ഓരോ രാജ്യത്തിനും ഒരു രോഗത്തിന് ഓരോ രാജ്യത്തിനുമുണ്ട്. ഇപ്പം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ജർമ്മനിയിലാണ് ഏറ്റവും മികച്ച ചികിത്സയുള്ളത്. അവിടെ പോകേണ്ടവർക്ക് അവിടെ പോയി ചികിത്സ എടുക്കാം. ഇപ്പം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മയ ക്ലിനിക്കാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അവിടെയാണ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളത്, മയ ക്ലിനിക്. അവിടേക്ക് പോവാം. അതിലാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ആർക്ക് വേണേ പോവാം. സുധാകരൻ പോയതല്ലേ അമേരിക്കയിൽ? ആരെങ്കിലും ചോദ്യം ചെയ്തോ? അമേരിക്കയിൽ പോയി ലിമോസിൻ കാറിനകത്ത് കയറിയിട്ടാണല്ലോ അദ്ദേഹം യാത്ര ചെയ്തത്. അപ്പൊ അതിലൊന്നും നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്, പൊതു ആരോഗ്യ രംഗം മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിയ വർഷങ്ങളാണ് കഴിഞ്ഞ 6-10 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വർഷങ്ങളായിരുന്നു ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലം. കാരണം ശൈലജ ടീച്ചറിന്റെ കയ്യിലേക്ക് ആ വകുപ്പ് കിട്ടുമ്പോൾ VS ശിവകുമാർ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി അതിനെ ഭരിച്ചു മുടിച്ചൊരു പരുവാക്കി വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ണയെ മടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി പത്രത്തിൽ ഒരു വലിയ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണയെ മടങ്ങുക, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ 9ാം വാർഡിന്റെ ദയനീയ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അതിന്റെ ഒരൊറ്റ ഫോട്ടോ, ഒരു പാവപ്പെട്ട ഒരു അനാഥനായ ഒരാള് ഉടുതുണി പോലും ഇല്ലാതെ വരാന്തയിൽ കിടക്കുന്ന ചിത്രമായിരുന്നു അന്ന് അച്ചടിച്ചു വന്നത്. ആ ചിത്രം കണ്ട് ആ ചിത്രത്തിൽ നിന്ന് ആ ചിത്രം വന്ന പാടെ VS ശിവകുമാർ ഒരു നാടകീയമായ സന്ദർശനം നടത്തി ഈ ജനറൽ ആശുപത്രിയിലേക്ക്. ആ ജനറൽ ആശുപത്രി സന്ദർശനം നടത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നറിയാവോ, ഈ മന്ത്രി വന്ന് കാണാനിടയായുള്ള സാഹചര്യങ്ങളെല്ലാം നേരത്തെ വിളിച്ചു പറഞ്ഞു. കാര്യം മന്ത്രി ഒരു മിന്നൽ സന്ദർശനം നടത്തുന്ന പോലെ നടത്തും. ആ സമയത്ത് മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടാവും. മാറ്റം വരുത്തണം. മാധ്യമപ്രവർത്തകർ ക്യാമറയായിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് മാറ്റം വേണം. അത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വാർഡിൽ പോയി അവിടെ എന്താ കട്ടിലുകൾ, ഓരോ സ്പോൺസർഷിപ്പിനെ കണ്ടെത്തിക്കൊണ്ട് കട്ടിലുകൾ മാറ്റി ഇടിച്ചു, കിടക്കവിരികൾ മാറ്റി ഇടിച്ചു, രോഗികളെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ കൊടുത്ത് ഇടിച്ചു. എന്നിട്ട് പറയണ ആശുപത്രി എല്ലാം ക്ലീൻ ആണെന്ന്. ഇങ്ങനെ നാടകം നടിച്ച ഒരു നാടുണ്ടായിരുന്നു നമ്മുടെ കേരളം. ഇതായിരുന്നു 2016 വരെയുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥ. അതായിരുന്നു. ഏതെങ്കിലും ആശുപത്രിയിൽ മരുന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് മരുന്നില്ല. അവിടെ നിന്ന് ആകെപ്പാടെ തരുന്ന ഈ റാൻഡാക്കിന്റെ ഗുളികയുണ്ട്. അതായത് വയറിന് അസുഖത്തിന് ഗ്യാസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഗുളിക. ആ മരുന്ന് വാങ്ങിക്കൊണ്ട് വേണമായിരുന്നു. ആ മരുന്ന് മാത്രമേ കിട്ടൂ, ബാക്കിയെല്ലാം ഇൻഡുമാർക്കിട്ട് തരും. ഇതെല്ലാം പുറത്തുനിന്ന് മേടിക്കണം. നമുക്കറിയാം, സർക്കാർ ഡോക്ടർ എഴുതി തരുന്ന ഒരു മരുന്ന്, സെയിം മരുന്ന് വേറെ പുറത്തുനിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവ് എത്രയാണെന്ന് നമ്മൾ ആലോചിച്ചു. ഒരു ആന്റിബയോട്ടിക് അമോക്സ്ക്ലാവ് 625 എന്ന് പറയുന്ന മരുന്നിന് അവർ മിക്കവാറും കുറിക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആണിത്. ഈ ആന്റിബയോട്ടിക്കിന് പുറത്ത് മേടിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഗുളികയ്ക്ക് 30 രൂപയ്ക്ക് മേളിൽ വില വരും. ഈ മരുന്നാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മരുന്നുകൾ പലതും വില കൂടിയ മരുന്നുകളാണ്. ഇതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് മേടിക്കേണ്ടത്? അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ട ഗതികേടുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ആശുപത്രിയിലേക്ക് പോയാൽ അവിടെ നിന്ന് ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് മേടിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വരെ നമ്മുടെ ആതുരാലയങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിച്ചത്. മെഡിക്കൽ കോളേജുകളുണ്ടായി നമ്മുടെ കേരളത്തിൽ. എന്തിന്? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത കൊച്ചിൻ ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായി. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു.
നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത് പണ്ടെന്നോ ഉമ്മൻചാണ്ടി കൊണ്ട് തറക്കല്ലിട്ടിട്ട് പോയതാണ്. സ്ഥലം ഏറ്റെടുത്തിട്ട് തറക്കല്ലിട്ടു. എന്തോ ആയിരുന്നു, 5 വർഷം കയ്യിലുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്? പിന്നീട് അത് പൂർത്തിയാക്കാൻ ഇടതുപക്ഷ സർക്കാർ വേണ്ടി വന്നു അത് പൂർത്തിയാക്കി എടുക്കാൻ, അല്ലേ? തറക്കല്ലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആകെയുള്ള ഒന്ന് മലബാർ മെഡിക്കൽ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ ആണ് ഒന്നുള്ളത്, അങ്ങനത്തെ വടക്കേ അറ്റത്ത്. അത് കഴിഞ്ഞ് ആകെയുള്ള റീജിയണൽ ക്യാൻസർ സെന്റർ ആണ്. ഇതിനിടയ്ക്ക് മധ്യ കേരളത്തിൽ ഒരു ക്യാൻസർ സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. അവിടെയാണ് ഇപ്പൊ കൊച്ചി പോലെ ഒരു നഗരത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻസർ സെന്റർ. അപ്പൊ അതായത് കേരളത്തില് തെക്ക് നിന്ന് വടക്ക് വരെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ദിവസം ടൈം എടുക്കുമെങ്കിൽ ഈ രണ്ട് RCC പോകുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇവിടെയും ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. എറണാകുളത്തുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസിബിലിറ്റി ഉണ്ട്. ആലപ്പുഴ ജില്ലക്കാരന് തിരുവനന്തപുരത്തേക്കും പോവാം, എറണാകുളത്തേക്കും പോകാൻ ഒരേ സമയം മതി. ഇങ്ങനെ ഈ രീതിയിലേക്ക് നമ്മുടെ ആതുര മേഖല മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊക്കെ തുടക്കമിട്ട് വിപ്ലവകരമായ ഒരു മാറ്റത്തിലൂടെ ഈ ആരോഗ്യ രംഗത്തെ ഒരു വലിയ കുതിപ്പിലേക്ക്, നമുക്കറിയാം കോവിഡ് കാലത്ത് ടീച്ചർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. നിപ്പ അല്ലായിട്ട് കോവിഡ് സ്ഥിരീകരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ടീച്ചർ യാത്ര ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. കോവിഡ് ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്ന 2019 ഡിസംബർ അവസാനം ടീച്ചർ യാത്ര ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്, രാത്രി 1 മണിക്കും 2 മണിക്കും. നിപ്പയുടെ ഉറവിടം പോലും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയാതിരുന്ന സമയത്ത് ടീച്ചർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇത് ഈ രീതിയിലേക്ക് നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കോവിഡ് ബാധിച്ച 90 വയസ്സോളം പ്രായമെത്തിയ 2 പേരെ പൂർണ്ണ ചികിത്സ നൽകി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ടത് ലോകം മുഴുവൻ ആഘോഷിച്ചു, ഇല്ലേ? കാരണം അത്രയ്ക്കും മികച്ച ഒരു ആരോഗ്യരംഗത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞു. ഒരു പക്ഷേ ശൈലജ ടീച്ചറിന്റെ സ്തുത്യർഹമായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്, അല്ലെ? കാസർഗോഡ് മെഡിക്കൽ കോളേജ് എത്രയും പെട്ടെന്ന് സെറ്റ് ഔട്ട് ചെയ്തെടുത്തു, അത് സെറ്റപ്പ് ആക്കി എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം കാസർഗോഡുള്ളവർക്ക് മഞ്ചേശ്വരത്തേക്കോ അല്ലെ അവിടെ നിന്നുള്ളവർക്ക് മംഗലാപുരത്ത് പോയാലും ഒരു വിദഗ്ധ ചികിത്സ കിട്ടുകയുള്ളൂ. നമ്മൾ കണ്ടതാണ് കോവിഡ് വന്ന സമയത്ത് നമ്മുടെ അവിടെ അതിർത്തി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കർണാടക അതിർത്തി ബോർഡർ ബ്ലോക്ക് ചെയ്തിട്ട് ആംബുലൻസ് പോലും കടത്തിവിടാത്ത സാഹചര്യം നമുക്കുണ്ടായി. മറ്റു രോഗങ്ങൾക്ക് കാര്യം കോവിഡ് അപ്പുറത്തേക്ക് എന്നാ പകരും. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു നമുക്ക് അവിടെ ഒരു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായില്ലേ? അപ്പം ഇതാണ് നമ്മളുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ. അപ്പൊ അതുകൊണ്ട് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു ഇഫക്റ്റ് വളരെ വലുതാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. അതിനെ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തറവേലയും കൊണ്ട് കോൺഗ്രസ്സുകാർ ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ കാഫിർ വിവാദം അവർ ടീച്ചർ തുറന്നു പറഞ്ഞല്ലേ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട ഇത് തന്നെയാണ്. കനകോല് പറയുന്ന അനുസരിച്ച് ഇവരുടെ എല്ലാ MLA-മാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുഴപ്പവും പറയാനില്ല ജനങ്ങൾക്ക്. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും നാറ്റിക്കണം. സൈബർ ഇടങ്ങളെങ്കിൽ സൈബർ ഇടങ്ങൾ, ആ രീതിയിൽ നാറ്റിക്കാൻ പറ്റുന്നിടത്തെല്ലാം നാറ്റിച്ചാലേ തുടർ ഭരണത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ മാറ്റി നിർത്താൻ കഴിയുള്ളൂ എന്ന് കനകോലുവിന് വരെ അറിയാം. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇത്തിരി കുറവ് വന്നാലും ഇടതുപക്ഷം തന്നെ കേരളം ഭരിക്കും. തന്നെയല്ല ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുകയും ചെയ്യും. കഴിഞ്ഞു, കാര്യം തീർന്നു, UDF തീർന്നു. നമ്മുടെ രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ച പോലെ ഖതം, അത്രേ ഉള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വേവലാതി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഗണേഷ് കുമാർ ഞാൻ ഉമ്മൻചാണ്ടിയുടെ വിഷയം എടുത്ത് ഇപ്പം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗണേഷ് കുമാറിനെ ഉമ്മൻചാണ്ടിയുടെ വിഷയം എടുത്തിട്ട് ഇപ്പൊ കത്തിക്കുന്നതിന്റെ ഉദ്ദേശം തുടക്കം പോലെ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഗണേഷ് കുമാറിനെ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് കാർഡ് ഇറക്കി കളിക്കുകയാണ്. അവിടെ ഉമ്മൻചാണ്ടിയുടെ പുതിയ കാർഡ് ഇറക്കുകയാണ്. ഇനിയും ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ നിന്ന് യാത്രയാവുന്നത്. കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ട, കോൺഗ്രസ്സുകാർ പോലും അദ്ദേഹത്തെ ഇട്ട് വേട്ടയാടിയതിനു ശേഷം ഒടുവിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. അത് അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിനെ ആര് വേട്ടയാടി എന്നുള്ള കാര്യം ഉമ്മൻചാണ്ടിക്കും അറിയാം, ഉമ്മൻചാണ്ടിയുടെ മോൻ ഇങ്ങർക്കും അറിയാം, ചാണ്ടി ഉമ്മനും അറിയാം, ഇവർക്കെല്ലാം കാര്യം അറിയാം, അച്ചൂമ്മനറിയാം, അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കും അറിയാം. എന്നിട്ടും വീണ്ടും ഇത് കത്തിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ, മറ്റേ ആ സോളാർ കേസിലെ ആ സ്ത്രീയുടെ പേരും പറഞ്ഞുകൊണ്ട് വീണ്ടും കത്തിച്ചുകൊണ്ട് വരികയാണ്. എന്തിന്റെ ആവശ്യം? അത് കഴിഞ്ഞു. ആ പാപഭാരവും പേറി ആ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഉമ്മൻചാണ്ടി അവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ചീഞ്ഞു പോയ ഒന്നിന് ജീവിച്ചിരിക്കുന്ന ഒന്ന് വെട്ടി വളവിടുകയാണ്. അതാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചീഞ്ഞു പോയ ഒരു സാധനത്തിന് ഇവിടെ നല്ല രീതിക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരം വെട്ടിയിട്ട് അത് വെട്ടിയിട്ടുകൊണ്ട് വളമാക്കാൻ നോക്കുകയാണ്. അത് തെറ്റല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്, ഉടനടി തന്നെ ഒരു 10-15 വർഷത്തിനകത്ത് KSRTC എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്വാഭാവിക മരണത്തിലേക്ക് പോകും. എന്ന് വെച്ചാൽ കേരളത്തിൽ KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ലാതാവും. ഈ ഒരു ആ ഒരു പറച്ചിലിൽ നിന്ന് ഇന്ന് KSRTCയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും.
കെ.വി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ പിന്നെ എത്ര കാലം മന്ത്രിയായിട്ട് വെറും 2.5 വർഷം കൊണ്ട് 2.5 വർഷം മന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടം കൊണ്ട് കെ.വി. ഗണേഷ് കുമാർ ഈ 0 പോയിട്ട് മൈനസ് കടക്കണിയിലായി കിടന്ന KSRTCയെ ഇന്ന് ദിവസവും 12 മുതൽ 13 കോടി രൂപ വരെ വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് KSRTC കൊണ്ടെത്തിച്ചു. അപ്പോൾ അതല്ലേ ജനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതല്ലേ, ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതല്ലേ. അല്ലാതെ ഉമ്മൻചാണ്ടിയെ മറ്റേ പെണ്ണ് കേസിനകത്ത് പെടുത്തി എന്നുള്ളതാണോ അവിടെ മനസ്സിലാക്കേണ്ടത്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അധ്യായം അടഞ്ഞുപോയി. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അധ്യായം അടഞ്ഞുപോയി. ആ അടഞ്ഞുപോയ അധ്യായത്തിന് വേണ്ടിയിട്ട് ഇനിയും KSRTCയെ എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കൈ കൊടുത്ത് വീണ്ടും കടക്കണിയിലാക്കാൻ വേണ്ടിയിട്ടാണോ? അതായിരിക്കില്ലേ അവസ്ഥ. ഇനിയും വീണ്ടും ഇടതുപക്ഷ അധികാരത്തിൽ കയറിയ ഗണേഷ് കുമാർ തന്നെയാണെന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി. എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇന്ന് നമുക്കറിയാൻ പറ്റുന്ന പല പദ്ധതികളും, അതായത് പിന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് വാഹനത്തിന്റെ സർവീസിങ്ങുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും ഇന്ന് 10,000-10,000 രൂപ, 11,000, 20,000 രൂപ വരെ മുടക്കേണ്ട പല പരിപാടികളും ഇന്നും നിസ്സാരമായി ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പാപ്പനംകോടുള്ള സെൻട്രൽ വർക്സിൽ നടത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതിന് എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികളുടെ സേവനം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ KSRTC വരെ മാറ്റിയെടുത്തു. അപ്പൊ അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു അവസ്ഥയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കനകോലു മാമന്റെ ഉപദേശപ്രകാരം ശരിക്കും പണിയെടുക്കണം. അത് സൈബർ കൊങ്ങികൾ തന്നെ ശരിക്കും പണിയെടുത്തുകൊണ്ട് ഇവരെല്ലാം തേജോവധം ചെയ്യണം ഈ രീതിയിൽ. ഇതാ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് അതിന്റെ പിന്നെ വേറൊന്നും അല്ല. ഇവരെ ശൈലജ ടീച്ചറിനെ എന്ന് പറയുന്ന ആ മുഖം ഇവർക്ക് വികൃതമാണ്. ശൈലജ ടീച്ചറിന്റെ അത് ജനങ്ങൾക്കിടയിൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. കാര്യം സംഭവം ശൈലജ ടീച്ചർ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത്. നമ്മളത് നോക്കിയാൽ മതി. ശൈലജ ടീച്ചർ നേരിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ശൈലജ ടീച്ചർ നേരിട്ട് ഇറങ്ങിക്കുക. ആരുണ്ടടാ എന്ന് ചോദിച്ചുകൊണ്ട് ടീച്ചർ നേരിട്ട് ഇറങ്ങി നിൽക്കുക. അങ്ങനെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ പിന്നെ UDF എത്ര കൂട്ടിയാലും കൂടില്ല ശൈലജ ടീച്ചറിനെതിരായിട്ടുള്ള ഒരു സന്നാഹത്തെ ഒരുക്കാൻ. അതാദ്യം അവർ മനസ്സിലാക്കട്ടെ.